നമസ്കാരം. ഒരു വിഷയം ഇവിടെ പറയാനുണ്ട്. മനസ്സിൽ ഒരു പ്രകാശവും ഇല്ലാത്തവന്റെ പേര് അടൂർ പ്രകാശ് എന്ന്. അങ്ങനെ പറയേണ്ടി വരികയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി. ആ ജനപ്രതിനിധിയെ സംബന്ധിക്കുന്നിടത്തോളം ഏത് വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ MP ആണ്. ആറ്റിങ്ങലിലെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത വോട്ടർമാർ ലജ്ജിച്ച് തലതാഴ്ത്തണമെന്ന് ഞാൻ പറയും. കാര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഏതൊരു വിഷയം ഉണ്ടാകട്ടെ, ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുണ്ടാകും. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കാണണം. ഒരു വിഷയത്തിൽ ഒരാൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം, അല്ലെ? ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? ഞാനൊരു സന്ദർഭത്തിൽ ഒരു നിലപാട് പറഞ്ഞു, അതെൻ്റെ സ്വന്തം അഭിപ്രായമാണെന്നും എൻ്റെ ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ തന്തയ്ക്ക് പിറന്ന സ്വഭാവം എന്നൊക്കെ ചിലവന്മാർ ഗീർവാണം അടിക്കുന്ന ഡയലോഗ് ആണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യണം? അതിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. അപ്പീൽ പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് താങ്കൾ പറഞ്ഞത്. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പീൽ പോകുക, അപ്പീൽ പോകട്ടെ, പോകരുതേ എന്ന് ഞങ്ങൾ ആരെയും തടസ്സം ചെയ്തിട്ടില്ല. അവർ അപ്പീൽ പോക്കോട്ടെ. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. എത്ര നല്ല ക്ലാരിറ്റിയുള്ള നിലപാടുകാരനാണ്. ഇവരെയൊക്കെ രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. എങ്ങനെ ഇവരൊക്കെ രാഷ്ട്രീയക്കാരായി എന്ന് കൂടി ചോദിക്കുകയാണ്. ഈ പണവും അല്ലെങ്കിൽ മദ്യത്തിൻ്റെയൊക്കെ സഹായം വിറ്റ് കോടീശ്വരനായിട്ടുള്ള കച്ചവടക്കാരനായി, കയ്യിൽ പൈസയുണ്ട്, മുതലാളിയാണ്. മുതലാളിമാരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നീട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരണം, എൻ്റെ കച്ചവടം ആ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തണം. അവിടെ അങ്ങനെ വരുന്നൊരു മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരിക്കലും ജനപക്ഷത്ത് നിന്നോ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ചിന്തിക്കാൻ പറ്റില്ല എന്നതിൻ്റെ തെളിവാണ് അടൂർ പ്രകാശിൻ്റെ നിങ്ങൾ കണ്ട ആ പ്രതികരണം. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ടേൺ അല്ലെങ്കിൽ ഉൾട്ടയടിയും നോക്കി പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഈ കേൾക്കുന്ന ഈ ആറ്റിങ്ങ മണ്ഡലത്തിലുള്ളവർ തന്നെ കരുതും. നിങ്ങളെ വീട്ടിലുള്ള ഒരു മനുഷ്യൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം ഒരു സന്ദർഭത്തിൽ, അത് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ അതിൽ അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലകളിൽ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. പിന്നെ ദിലീപ് എന്നൊരു വലിയ നടനെ, അപ്പോൾ അദ്ദേഹത്തിന് പ്രശസ്തിയുണ്ട്, പൈസയുണ്ട്, അദ്ദേഹം ചില കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിലൊക്കെ അഭിനയിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് ഒരു ആരാധന ഉണ്ടാകും. അതൊക്കെ ആർക്കും ആവാം. പക്ഷേ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ ഒരു സ്ത്രീയെ എന്ത് ചെയ്യപ്പെടുകയാണ്? കൊച്ചി പോലൊരു നഗരത്തിനകത്ത് ഓടുന്ന വാഹനത്തിനകത്ത് വെച്ച് ചിലർ പീഡിപ്പിക്കുകയാണ്. ചില ഗുണ്ടകൾ, അതും ദിലീപുമായി അടുത്ത ബന്ധമുള്ളവർ, അവർ പീഡിപ്പിക്കുകയാണ്. അവർക്കെന്താണ് ഭാവനയായിട്ട് ഇത്ര പ്രശ്നം? ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചില ഗുണ്ട അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തകർ പോയി ഇതുപോലൊരു അക്രമം അവരുടെ അടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? സാമാന്യമായിട്ട് ചിന്തിക്കാവുന്നവർക്ക് ഒരു ആളെ, ഇപ്പോൾ ഗുണ്ടകളെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവരെ സംബന്ധിക്കുന്നിടത്തോളം സ്ത്രീകളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു നടിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്കറിയാൻ കൈപൊള്ളുന്ന ഇടമാണ്. പക്ഷെ അവരെ നിയോഗിക്കുകയാണ്. ആ നിയോഗിക്കപ്പെട്ടവർ ചെയ്തു, ആ നിയോഗിച്ചതാണ്. അതിന് ഗൂഢാലോചനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത്, അപ്പോൾ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ തെളിവ് ഉണ്ടെങ്കിലേ ഒരാളെ ശിക്ഷിക്കാൻ പെടും എന്നുള്ള സാങ്കേതികത്വം പറയാം. പക്ഷേ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആ ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് ഉണ്ടാവുന്ന വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. കാര്യം ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും ചില കാപാലികന്മാർ ഇതുപോലെ ഒരു പരിചയമില്ല നേരെ വരുന്നു, ജോലിക്ക് പോകാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇതുപോലെ ആക്രമിക്കുന്നു. അവർ ആ മണിക്കൂറുകളിൽ അനുഭവിച്ചൊരു വിഷമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കും. മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ആ വേദനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും. എന്തായിരിക്കും ആ ഒരു മൊമെന്റിനെ ഫേസ് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ? അപ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരാകുന്നത്. ഇപ്പോൾ ഞാനത് നേരിട്ടിട്ടില്ല, എൻ്റെ വീട്ടിലെ സ്ത്രീകൾ അത് നേരിട്ടിട്ടില്ലെങ്കിൽ പോലും
മറ്റൊരാൾക്ക് ഇത് സംഭവിക്കുമ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഇത് സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? അപ്പോഴല്ലേ അതിന് ചെയ്തവന്മാർ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത്. ഇത് ശിക്ഷിക്കപ്പെട്ടു. ആരാണ്? ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ആക്രമിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് കരുതിക്കൊണ്ട് അയാളെ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ രാഷ്ട്രീയത്തിന് മാലിന്യമാണോ അല്ലയോ? അധികാര കസേരയ്ക്ക് വേണ്ടി സ്വന്തം കച്ചവടങ്ങൾ ബലപ്പെടുത്താൻ വേണ്ടിയും നിങ്ങൾക്ക് തന്നെ അറിയാം. സോളാർ കേസിലെ സരിതയായിട്ടുള്ള ഫോൺ സംഭാഷണം എന്തായിരുന്നു? മുരളീധരൻ ചോദിച്ച പോലെ അർദ്ധരാത്രി ഇയാൾ വിളിച്ചിട്ട് ആ നമ്മുടെ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ സരിത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിച്ചതാണോ? അതോ ഇനി അടൂർ പ്രകാശിന്റെ കുടുംബകാര്യം ചർച്ച ചെയ്യുന്നത് ആ സ്ത്രീയായിട്ടായിരുന്നു? ഈ അർദ്ധരാത്രി എന്തായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഒരു ഫോൺ സംഭാഷണം എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ആ ദിലീപ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ച ഒരാൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതേ നിലപാടെടുക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ കൈയോടെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളത് അവർ നാളെ നമുക്ക് സപ്പോർട്ട് തരാൻ സഹായകരമാകുമെന്നുള്ള ഒരു വൃത്തികെട്ട ചിന്ത. അപ്പോൾ ഇനിയെങ്കിലും ഈ നാട്ടിലെ മനുഷ്യരോട് പറയേണ്ടത് രാഷ്ട്രീയത്തിൽ ആവശ്യം നല്ല തെളിർമയുള്ള വിശ്വാസ്യതയുള്ളവരെയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ ആരാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരാണ് യഥാർത്ഥ പൊളിറ്റീഷ്യന്മാർ. ഇവരെ പോലുള്ള വ്യക്തികൾ സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ ഇതുപോലെ കണ്ടില്ലേ, ഇന്നലെ ഒരു നിലപാട് പറഞ്ഞു, ഇന്നൊരു നിലപാട്, ഇങ്ങനെയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അതിനുശേഷം ക്ലീൻ ഇമേജാണ് അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഇതൊക്കെ ഉയർത്തിക്കെട്ടുകൊണ്ട് ഇവരുടെ സീറ്റുകൾ ഉറപ്പിക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് ഇതുപോലുള്ളവരെ വേണ്ട എന്നുള്ള നിലപാടെടുക്കണം. കാര്യം ആരോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, ഇരയാക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത്. അല്ലാതെ ആക്രമിച്ചവനെ ന്യായീകരിക്കുന്നവരെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അവൻ്റെ മനസ്സിൽ അത് മാത്രമേ വരുള്ളൂ. അവൻ്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യരോട് അനുകമ്പ ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവരോട് ഒരു സഹാനുഭൂതി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. ഈ പൗഡർ ഇട്ട് നടന്ന് ചിരിച്ച് ഞാൻ വലിയ വിനയാന്വിതനാണെന്ന് കൃത്രിമത്തിൽ അഭിനയിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ നടക്കുന്ന വ്യക്തി ഈ സമൂഹത്തിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ അടൂർ പ്രകാശിനെ പോലുള്ള UDFന്റെ കൺവീനറായിട്ടിരിക്കുന്ന മാലിന്യങ്ങളെയൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ നിലനിർത്തണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഈ സന്ദർഭം വെച്ചിട്ട് ചിന്തിക്കുക. കണ്ടില്ലേ, പറഞ്ഞ കാര്യത്തിൽ പോലും ഉറച്ചു നിൽക്കാത്ത, ഒരു നിലപാടും ഇല്ലാത്ത അവസരവാദിയായിട്ടുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ ആ പ്രതികരണം കൊണ്ട് തെളിയിക്കുന്നുണ്ട്. അങ്ങനെ വേട്ടക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് ദിലീപിന്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള ഇയാളൊക്കെ അധികാരത്തിൽ കയറിയിരുന്നാൽ നാളെ ഇതുപോലെ ഒരു പ്രമുഖരായിട്ടുള്ള ആക്രമിച്ചിട്ട് ആ സ്ത്രീ പരാതിയുമായിട്ട് വന്നാൽ ആരെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകും. അതുകൊണ്ട് ചിന്തിക്കണം.